നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. ബി.ജെ.പി കോൺഗ്രസ് വിരുദ്ധ ചേരിയിലേക്ക് യോജിക്കാവുന്ന ആരെയും കൂട്ടുമെന്ന് പി ജയരാജൻ. ലീഗിനെ കൂട്ടാനില്ല എന്ന് വൈക്കം വിശ്വൻ. CPIM സഖ്യത്തിനില്ലെന്ന് ഹൈദരലി തങ്ങൾ. നിയമസഭയിലേക്ക് VS നയിക്കണമെന്ന് സി ദിവാകരൻ. അടുത്ത തെരഞ്ഞെടുപ്പിലും ഉമ്മൻചാണ്ടി നയിക്കണമെന്നത് തന്റെ വ്യക്തമായ നിരീക്ഷണമാണെന്ന് VM സുധീരൻ. തുടർ ചർച്ച വേണ്ട. സുധീരനെ തള്ളി രമേശ് ചെന്നിത്തല. മുന്നണിയെ നയിക്കുന്നത് UDF നേതാക്കൾ എല്ലാവരും ചേർന്ന്. PP മുകുന്ദനെയും രാമൻ പിള്ളയെയും തിരിച്ചെടുക്കുന്നതിൽ BJP-യിൽ ഭിന്നത. മുതിർന്ന നേതാക്കളെ തിരിച്ചെത്തിക്കണമെന്ന് V മുരളീധരൻ വിരുദ്ധ വിഭാഗം. പാർട്ടി വിട്ടിട്ടില്ല എന്ന് PP മുകുന്ദൻ. V മുരളീധരന്റെ കീഴിലേക്ക് ഇല്ലെന്ന് രാമൻ പിള്ള. മതേതരത്വം തകർക്കാൻ RSS ഉമ്മൻചാണ്ടി വെള്ളാപ്പള്ളി സഖ്യമെന്ന് പിണറായി വിജയൻ. സംഘപരിവാർ അജണ്ട തടയും. ഭൂരിപക്ഷ വർഗീയതയെ തലയോടുന്നത് CPIM എന്ന് രമേശ് ചെന്നിത്തല. വെള്ളാപ്പള്ളിയെ ഷൈലോക്കും തൊഴുതുപോകുമെന്ന് VS അച്യുതാനന്ദൻ. നിങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പരിഷ്കരണ നിർദ്ദേശങ്ങൾ പലതും സഭാ സെനറ്റ് തള്ളി. സ്വവർഗ വിവാഹത്തോട് എതിർപ്പ് തുടരും. സ്വവർഗാനുരാഗികളോട് കരുണ കാട്ടും. വിവാഹമോചിതരുടെ കുർബാന സ്വീകരണം രൂപതകളുടെ വിവേചനാധികാരത്തിൽ വിടും. ഹരിയാനയിലെ ദലിത് ബാലന്റെ മരണം ആത്മഹത്യയാകാമെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ക്രമസമാധാന നില തകർന്നുവെന്ന് കോൺഗ്രസ്. ബീഫ് നിരോധനത്തെ എതിർക്കുന്നത് എന്തിനെന്ന് RSS മേധാവി. ചെറു സംഭവങ്ങളെ പർവ്വതീകരിക്കരുത്. ഇന്ത്യൻ സ്ത്രീകൾ ഇനി യുദ്ധവിമാനങ്ങളും പറത്തും. എയർഫോഴ്സ് അക്കാദമിയുടെ പുതിയ ബാച്ചിൽ നിന്ന് വനിതാ പൈലറ്റുമാരെ തെരഞ്ഞെടുക്കാൻ വ്യോമസേന തീരുമാനം. മാലദ്വീപ് പ്രസിഡന്റ് അബ്ദുള്ള അമീനെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ വൈസ് പ്രസിഡന്റ് അറസ്റ്റിൽ. വോട്ട് തകർത്ത് പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിച്ചത് അഹമ്മദ് അദീബ് എന്ന് പോലീസ്. സർക്കാരിന്റെ പ്രതിച്ഛായാ നാടകമെന്ന അദീബ് പക്ഷം. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് എമ്മുമായി സഹകരണമാകാമെന്ന് വ്യക്തമാക്കി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം പി ജയരാജൻ. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ലീഗും കേരള കോൺഗ്രസുമാണെന്നും പി ജയരാജൻ തുറന്നു പറഞ്ഞു. അതേസമയം CPIMുമായി സഖ്യത്തിനില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി തങ്ങൾ മറുപടി നൽകി. പിന്നാലെ യുടെ നിലപാടിനെ തള്ളി LDF കൺവീനർ വൈക്കം വിശ്വനും രംഗത്തെത്തി. റിപ്പോർട്ടറിന്റെ ക്ലോസ് എൻകൗണ്ടറിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം പി ജയരാജൻ നടത്തിയ പരാമർശങ്ങൾ CPIMും ലീഗും തമ്മിലുള്ള സഹകരണത്തിന് വഴിയൊരുങ്ങുന്നുവെന്ന ചർച്ചകളെ ചൂടുപിടിപ്പിച്ചു. BJP-യും കോൺഗ്രസിനെ നേരിടാൻ ലീഗും കേരള കോൺഗ്രസും അടക്കം ആരുമായും സഹകരിക്കാമെന്നായിരുന്നു യുടെ നിലപാട്. ഒട്ടുകൂടാത്തവരല്ല കേരള കോൺഗ്രസ് എമ്മും മുസ്ലിം ലീഗും. ഞങ്ങളുമായിട്ട് മുൻപ് സഖ്യത്തിലും സഹകരണത്തിലും പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ രണ്ട് ശക്തിയാണ് ആപത്ത്. ഒന്ന് BJP സംഘപരിവാർ, മറ്റൊന്ന് കോൺഗ്രസ്. ഇത് രണ്ടിനും എതിരായിട്ടുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ പോരാട്ടം. അതിന് ഞങ്ങൾക്ക് എല്ലാ കക്ഷികളെയും ഒന്നിച്ച് അണിനിരത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ നിലപാടിന് ആണ് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് വരാൻ സന്നദ്ധതയുള്ള മുഴുവൻ ശക്തികളെയും യോജിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് അത്യാവശ്യം. ഒപ്പം നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ, അവർ തീരുമാനിക്കട്ടെ എന്ന് കൂടി പറഞ്ഞ് ജയരാജൻ പന്ത് ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും കോർട്ടിലേക്ക് അടിക്കുകയും ചെയ്തു. വരട്ടെ, അപ്പോൾ പറയാം. വരാത്തതിനെ കുറിച്ച് ഇങ്ങനെ ആഗ്രഹിച്ച് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ കേരള കോൺഗ്രസ് അവരൊരു നിലപാടെടുക്കട്ടെ. എന്നാൽ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് CPIMുമായി കൂട്ടുകൂടാനുള്ള സാധ്യതയെ ലീഗ് അധ്യക്ഷൻ ഹൈദരലി തങ്ങൾ പൂർണ്ണമായും തള്ളി. ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. അല്ല, ഭാവിയിൽ ലീഗ് CPIMുമായി സഹകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമോ? ഇപ്പോൾ യാതൊരു ആലോചനയില്ല. നമ്മളേക്ക് ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ളത്. അതേസമയം ലീഗുമായി സഹകരിക്കാൻ കഴിയുന്ന സാഹചര്യമില്ലെന്ന നിലപാടുമായി LDF കൺവീനർ വൈക്കം വിശ്വനും രംഗത്തെത്തി. സഹകരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണല്ലോ ഇപ്പോൾ ഉള്ളത്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അതൊരു വ്യാഖ്യാനം മാത്രമല്ലേ. റിപ്പോർട്ടർ, കോഴിക്കോട്, കോട്ടയം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ നയിക്കണമെന്നത് ഏവരുടെയും ആഗ്രഹമാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം പി ജയരാജൻ. ജനഹിതം മാനിച്ചാണ് അത്തരം പരാമർശം നടത്തിയതെന്നും പി ജയരാജൻ പറഞ്ഞു. എന്നാൽ തെരഞ്ഞെടുപ്പ് VS നയിക്കണമെന്ന് CPI നേതാവ് സി ദിവാകരൻ പറഞ്ഞു. VS മാറി നിൽക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ലെന്നും സി ദിവാകരൻ ചൂണ്ടിക്കാട്ടി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ നയിക്കുമെന്ന് CPI നിയമസഭാ കക്ഷി നേതാവ് സി ദിവാകരൻ റിപ്പോർട്ടറോട് പറഞ്ഞു. VSനെ ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് രംഗത്ത് VS സജീവമാണ്. ഇപ്പോൾ VS അല്ലാതെ ആരെങ്കിലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് LDFൻ്റെ പ്രചാരകനായി, അതിനെ നയിക്കുന്ന രാഷ്ട്രീയ പ്രചാരകനായി VSന് ബദലായിട്ട് ആരുടെ ആവശ്യമില്ല. VS തന്നെ ഇപ്പോൾ ആരോഗ്യവാനാണ്, സജീവമാണ്. ഇപ്പോൾ
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതിനു മുമ്പ് ഒരിക്കലും VS ഇത്രയധികം ശക്തമായി പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തിയിട്ടില്ല, രാഷ്ട്രീയ പ്രചരണം നടത്തിയിട്ടില്ല. എന്നാൽ പിന്നാലെ പാർട്ടി ആസ്ഥാനമായ MN സ്മാരകത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദിവാകരൻ നിലപാട് മയപ്പെടുത്തി. പ്രചാരകനും നേതാവും രണ്ടാണ്. LDFന് ഭൂരിപക്ഷം കിട്ടിയാൽ ആര് നേതാവാകണമെന്ന് CPIM തീരുമാനിക്കട്ടെ എന്നും ഇക്കാര്യം CPI അംഗീകരിക്കുമെന്നും ദിവാകരൻ പറഞ്ഞു. പിന്നെ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അവർ തീരുമാനിക്കട്ടെ, VS വേണോ വേറെ ആരെങ്കിലും വേണോ എന്നുള്ളതൊക്കെ അവർക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അവർ തീരുമാനിക്കും. അവർ ആരെ തീരുമാനിച്ചാലും ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതേസമയം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ടെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ റിപ്പോർട്ടറിന്റെ ക്ലോസ് എൻകൗണ്ടറിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച് താൻ മുമ്പ് നടത്തിയ അഭിപ്രായ പ്രകടനം വ്യക്തിപരമായിരുന്നെന്നും ജയരാജൻ വ്യക്തമാക്കി. പിണറായി കേരളത്തെ നയിക്കണം, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്ന ആഗ്രഹം താങ്കളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹമുള്ള ഒരുപാട് ജനങ്ങളുണ്ട്. താങ്കളോ? ഒരുപാട് ജനങ്ങൾ. അതൊന്നും ഇപ്പം നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം അതിൻ്റെ ഒന്നും ഒരു പ്രസക്തി ഉള്ളതല്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം. അടുത്ത തെരഞ്ഞെടുപ്പിലും ഉമ്മൻചാണ്ടി നയിക്കണം എന്നത് തന്റെ വ്യക്തമായ നിരീക്ഷണമാണെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. എന്നാൽ ഇക്കാര്യത്തിൽ തുടർ ചർച്ച വേണ്ടെന്നും സുധീരൻ പറഞ്ഞു. അതേസമയം സുധീരനെ തള്ളി രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. മുന്നണിയെ നയിക്കുന്നത് UDF നേതാക്കൾ എല്ലാവരും ചേർന്നാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് UDFനെ നയിക്കുമെന്ന ചർച്ച തുടങ്ങിവെച്ചത് KPCC അധ്യക്ഷൻ VM സുധീരൻ തന്നെയായിരുന്നു. ഉമ്മൻചാണ്ടി തന്നെയായിരിക്കും UDFന്റെ നായകനെന്നായിരുന്നു സുധീരന്റെ വെളിപ്പെടുത്തൽ. കോൺഗ്രസിൽ ഈ പ്രസ്താവന വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു. എന്നാൽ മുൻ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാതെ സുധീരൻ ഇന്ന് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകി. UDFന്റെ നേതാവിനെ സംബന്ധിച്ച തന്റെ വ്യക്തമായ നിരീക്ഷണമാണ് അവതരിപ്പിച്ചത്. എന്നാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ ഇക്കാര്യത്തിൽ തുടർ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നും VM സുധീരൻ വ്യക്തമാക്കി. ഞാൻ പറഞ്ഞത് ഒരു അഭിമുഖ സംഭാഷണത്തിൽ ഒരു ചോദ്യത്തിന് വ്യക്തമായി എൻ്റെ ഒരു ഒബ്സർവേഷൻ പറഞ്ഞതല്ലാതെ ഇപ്പോൾ അതൊരു തുടർ ചർച്ചയായിട്ട് കൊണ്ടുപോകേണ്ട ഒരാവശ്യം ഇപ്പോൾ ഇല്ല, അതിന് പ്രസക്തിയില്ല. VM സുധീരന്റെ പ്രസ്താവനയിലുള്ള അതൃപ്തി മറച്ചുവെക്കാതെയായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. UDF നേതാക്കൾ ചേർന്നാണ് UDFനെ നയിക്കുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ ചോദ്യങ്ങൾക്ക് രമേശ് ചെന്നിത്തല മറുപടി നൽകിയതുമില്ല. അങ്ങനെ ഒരു ചർച്ച ഇപ്പോഴില്ല. ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ പറ്റി മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. ഉമ്മൻചാണ്ടി UDFനെ നയിക്കുമെന്ന VM സുധീരന്റെ പ്രസ്താവനയിൽ കോൺഗ്രസിനുള്ളിൽ തർക്കമുണ്ട്. ഇക്കാര്യം വ്യക്തമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ തുടർ ചർച്ച വേണ്ട എന്ന നിലപാട് സുധീരൻ കൈക്കൊണ്ടത്. എന്നാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം I ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ പരസ്യ നിലപാട് സ്വീകരിച്ചേക്കും. ന്യൂസ് ഡെസ്ക്, റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം KPA മജീദ്, C ദിവാകരൻ, ആനത്തലവട്ടം ആനന്ദൻ, KNA ഖാദർ, അജയ് തറയിൽ തുടങ്ങിയവരാണ് വ്യത്യസ്ത സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലുമുള്ളത്. ആദ്യം ശ്രീ KPA മജീദ്, CPMന്റെ ശബ്ദത്തിൽ അല്പം മയം കാണുന്നു. മുസ്ലിം ലീഗ് CPM സഖ്യത്തിന് സാധ്യതയുണ്ടോ? CPMന്റെ ചില പ്രസ്താവനകൾ സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ്. ലീഗ് വർഗീയ കക്ഷിയല്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്വാഗതം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നീട് ഇത് എന്തായിരിക്കും ഭാവി ഉണ്ടാകുക എന്നെങ്ങനെ ഇപ്പൊ പറയാം. ഞങ്ങൾ UDFന്റെ അകത്ത് നിൽക്കുന്ന കക്ഷിയാണ്. ഞങ്ങളിപ്പോ UDFനകത്തുണ്ട്. UDF ജയിക്കണം എന്ന രീതിയിൽ ഞങ്ങൾ പുറത്താക്കുന്നത്. ഭാവിയിൽ എന്തായിരിക്കും എന്ന് ഇപ്പൊ പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ സമയമല്ല. ഇപ്പൊ ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. ഭാവിയിൽ എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അല്ല, സാധാരണഗതിയിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളും എല്ലാം മാറി വരികയാണ്. കാരണം വെച്ചാൽ ഇന്ത്യയിൽ വർഗീയ ഫാഷിസം കൊടികുത്തി വാഴുകയാണ്, അസഹിഷ്ണുത വരികയാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് തന്നെ അസഹിഷ്ണുതയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വർഗീയ ഫാഷിസത്തെ യോജിക്കാവുന്ന എല്ലാ ആളുകളും യോജിച്ച് പോകണമെന്നാണ് ലീഗിന്റെ ദേശീയ കമ്മിറ്റിയുടെ പ്രമേയത്തിന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ മാത്രം ചുരുങ്ങിയ ഒരു അജണ്ട അല്ലത്. ഇന്നത്തെ ദേശീയ രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ വളരെ അപകടത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ എല്ലാ കക്ഷികളും, ജനാധിപത്യ കക്ഷികൾ, അത് പ്രാദേശിക പാർട്ടികളാവട്ടെ ദേശീയ പാർട്ടികളാവട്ടെ, ഫാഷിസത്തിനും വർഗീയതക്കെതിരായി ഒരുമിച്ച് നിൽക്കണമെന്നാണ് ലീഗിന്റെ നിലപാട്. അതുകൊണ്ടാണ് ഭാവിയിൽ എന്താണ് എന്ത് വരും എന്നൊന്നും ഇപ്പൊ പ്രവചിക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ലാതെ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയവും മറ്റു കാര്യം വെച്ചുകൊണ്ടല്ല. ഇവിടെ രാജ്യത്ത് എഴുത്തുകാരെ വെടിവെച്ച് കൊല്ലുന്നു, ദളിതരെ ചുട്ടുകൊല്ലുന്നു, അങ്ങനെ നിരവധി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസഹിഷ്ണുത നിറയുകയാണ്. ഇതിനെതിരെ കോൺഗ്രസ് ആണോ ഇടതുപക്ഷമാണോ കൂടുതൽ ആത്മാർത്ഥമായ സമീപനം സ്വീകരിക്കുന്നത്? ഇതിൽ ആത്മാർത്ഥ ആര് എന്നുള്ള ചോദ്യമല്ല പ്രധാനമുള്ളത്. ഈ രാജ്യത്ത് വർഗീയ ഫാഷിസം നേരിടാൻ വേണ്ടി എല്ലാവരും യോജിച്ച് നിൽക്കാൻ. കാരണം വെച്ചാൽ ഇടതുപക്ഷങ്ങൾക്ക് ഏതാനും സ്റ്റേറ്റിൽ മാത്രമേ സ്വാധീനമുള്ളൂ. കോൺഗ്രസ് പാർട്ടിക്ക് മിക്ക സ്റ്റേറ്റിലും അവർക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്.
കോൺഗ്രസ് അടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളടക്കം ഇടതുപക്ഷ കക്ഷികളടക്കം പ്രാദേശിക കക്ഷികളടക്കം ഒന്നിച്ച് നിന്നാലേ ഈ വർഗീയതക്കെതിരായി. പക്ഷെ കേരളത്തിലൊരു പ്രത്യേക സാഹചര്യം ഉണ്ടല്ലോ. കോൺഗ്രസും ഇടതുപക്ഷവും രണ്ട് ധ്രുവങ്ങളിലാണ്. ഒരുപക്ഷെ ത്രിപുരയിലും കേരളത്തിലും മാത്രമാണ് ഈ സാഹചര്യമുള്ളത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കണമോ അതോ കോൺഗ്രസിനോടൊപ്പം നിൽക്കണമോ എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടി വരും. കോൺഗ്രസിനോടൊപ്പമാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഇടതുപക്ഷം പറയുന്നത്, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ പി ജയരാജൻ പറയുന്നത്, ഞങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ടായില്ലല്ലോ അവരിപ്പോൾ UDF-ലല്ലേ നിൽക്കുന്നത് എന്ന്. ആഗ്രഹമുണ്ട് എന്നാണല്ലോ അതിൻ്റെ ആന്തരാർത്ഥം. അതല്ല, അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. നയപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം അംഗീകരിച്ചുകൊണ്ടാണല്ലോ UPA ഗവൺമെന്റ് അവർ പിന്തുണ കൊടുത്തത്. അത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യമാണ്. വെച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വർഗീയ ഫാസിസരായി എല്ലാവർക്കും യോജിക്കാൻ കഴിയുമെന്നാണ് ലീഗ് മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് സഖ്യമോ മുന്നണിയോ അല്ലല്ലോ കാര്യം. ഇന്നത്തെ രാജ്യത്തിന്റെ ഈ പോക്കിനെതിരായി യോജിക്കാമെന്ന് എല്ലാവരും യോജിക്കണമെന്ന് CPM പറഞ്ഞെങ്കിൽ ആ CPM-ന്റെ സമീപനത്തെ ഞങ്ങൾ യോജിക്കുന്നു. എല്ലാവരും യോജിച്ചെന്നാലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. മുസ്ലിം ലീഗ് മുസ്ലിം വർഗീയതയും കേരള കോൺഗ്രസ് ക്രിസ്ത്യൻ വർഗീയതയും പ്രതിനിധീകരിക്കുന്നത് എന്ന അഭിപ്രായത്തിൽ മാറ്റമുണ്ടോ എന്ന് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനോട് കണ്ണൂരിൽ വാർത്താലേഖകർ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല, നിങ്ങൾ അങ്ങനെ അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായി അത് പറഞ്ഞു നടന്നോളൂ എന്നാണ് പിണറായി വിജയൻ ആ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. 86-ലെ MV രാഘവനെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബദൽ രേഖയുടെ അടിസ്ഥാനത്തിൽ. ആ സ്ഥിതി അല്ല ദേശീയ സംസ്ഥാന രാഷ്ട്രീയം വിശദീകരിക്കുമ്പോൾ ഇപ്പോൾ ഉള്ളത് എന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ എന്നാൽ പക്ഷേ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും UDF-ൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങൾ നിലപാട് പറയേണ്ട കാര്യമില്ല എന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർക്കുന്നു. ഇത് പോസിറ്റീവായ ഒരു മാറ്റമാണ് എന്ന് ലീഗ് കരുതുന്നുണ്ടോ? അല്ല, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിന് അതിതീവ്രത ഇല്ലെന്നും ലീഗ് വർഗീയ കക്ഷിയല്ലെന്നും ആര് പറഞ്ഞാലും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM അങ്ങനെ ചില ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതേസമയം ലീഗിന്റെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ലീഗ് വർഗീയ കക്ഷിയാണോ അല്ലേ എന്നുള്ളത് ഇവിടെ പൊതു ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങളുടെ നിലപാടും എല്ലാവർക്കും അറിയാം. അതൊരു തർക്കം ഒരു കാര്യമല്ല. അതിലേറെ വലിയൊരു വിപത്ത് നമ്മുടെ രാജ്യത്തുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ യോജിക്കാവുന്നവരെല്ലാവർക്കും യോജിച്ച് പോകാൻ കഴിയണം. അവിടെ നിൽക്കും എന്തായിരിക്കും CPM ഇത്രയും കാലം പറഞ്ഞിരുന്നത് മുസ്ലിം വർഗീയത വെച്ചു പുലർത്തുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് CPM പുതിയ സാഹചര്യത്തിൽ എന്നുള്ളത് അടിവരയിട്ട് പറയാവുന്നതാണ്. വെച്ചു പുലർത്തുന്നു എന്നുള്ളത് സ്വാഗതാർഹമായ നിലപാടാണ് എന്നാണ് മുസ്ലിം ലീഗ് കരുതുന്നത്. അല്ല, ഞാൻ പറയുന്നത് CPM ആവട്ടെ ഏത് കക്ഷിയാവട്ടെ ലീഗിനെ പറ്റി നല്ലൊരു കാര്യം പറഞ്ഞാൽ അത് നല്ലതാണെന്നും സ്വാഗതമാണെന്നും പറയുന്നതിൽ ഒരു വിമർശനത്തിന്റെയും ആവശ്യമില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലീഗിനെ പോലെയുള്ളൊരു പോയാൽ അത് തകർന്നു പോയാൽ അതിന്റെ ഗുണഫലം കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അല്ല കിട്ടുക. ഇവിടെ മുസ്ലിം സമുദായത്തിനകത്ത് വളർന്നു വരുന്ന തീവ്ര വർഗീയ കക്ഷികൾക്ക് അതിന്റെ ഗുണം കിട്ടുകയുള്ളൂ. അതാ മനസ്സിലാക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ഷീണിച്ചു പോയാൽ അതിന്റെ ഗുണം മറ്റു പാർട്ടികൾക്കല്ല, BJP-ക്കാണ് കിട്ടുക. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം മനസ്സിലാക്കാതെ വെറുതെ മുകൾ ഒരു കാര്യമില്ല. യാഥാർത്ഥ്യങ്ങൾ നാം മനസ്സിലാക്കണം. രാജ്യത്ത് വരുന്ന മാറ്റങ്ങൾ നാം ഉൾക്കൊള്ളണം. അതുകൊണ്ട് ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് ഏത് ഇപ്പൊ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF-ൽ തന്നെ വലിയ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് താങ്കളുടെ തട്ടകമായ മലപ്പുറത്ത് കോൺഗ്രസ് പ്രത്യേകമായ ഒരു മുന്നണി ഉണ്ടാക്കിയും ലീഗ് ഒറ്റയ്ക്കും മത്സരിക്കുന്ന പ്രവണതയാണ് കാണുന്നത്. ഇതെന്തുകൊണ്ടാണ് എന്ന് അറിയില്ല എന്നും വൃദ്ധചിഹ്നങ്ങളാണ് മറുപക്ഷത്ത് എന്നും ശ്രീ PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം കളിയാക്കുകയുണ്ടായി. 21 പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിലും ആ നിലയിൽ മുന്നണിയിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിനും ലീഗിനും മത്സരിക്കേണ്ടി വരുന്നത് UDF-ൽ വിള്ളലുണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? അതെ, ഇത് മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ കാലത്തും മലപ്പുറം ജില്ലയിൽ ഇതുപോലത്തെ പ്രതിഭാസം ഉണ്ടായിട്ടില്ല. ഇല്ല. ശ്രീ KP മജീദ്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത് കഴിഞ്ഞതിനേക്കാൾ വഷളാണ് ഇത്തവണ എന്നാണ്. അല്ല, ഞാൻ പറയട്ടെ നികേഷ്, മുമ്പ് ഇതുപോലത്തെ സംഭവങ്ങൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. 9 പഞ്ചായത്തുകൾ UDF ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിന്നീട് UDF ആയി പോകുന്ന പതിവാണ് ഇവിടെ ഉള്ളത്. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, കോൺഗ്രസും ലീഗും തമ്മിൽ മാത്രമല്ല മത്സരം മലപ്പുറത്ത്. പിന്നെ ഇടതുപക്ഷ മുന്നണിയിലെ
അതൊന്നും വലിയ വാർത്ത അല്ലാതെ പോവുകയാണ്. ലീഗും കോൺഗ്രസ് തമ്മിലുള്ള ഒരു വാർത്തയാണ്. കഴിഞ്ഞ കാലത്തിലേറെ ഉണ്ടായിട്ടുണ്ട് എന്ന സത്യം ഞങ്ങൾ മറച്ചു വെക്കുന്നില്ല. എന്നാൽ UDFന് അത് വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന സാധ്യതകളാണ് ഞങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് കൊച്ചി കൺവെൻഷന്റെ പ്രഖ്യാപനം തന്നെ ശ്രീ KPA മജീദ് UDF ആയി മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ എന്നാണ്. VM സുധീരൻ അങ്ങനെ ഒരു നിർദ്ദേശം വെക്കുന്നു. തൊട്ടടുത്ത് പ്രസംഗിച്ച PK കുഞ്ഞാലിക്കുട്ടി അത് എൻഡോഴ്സ് ചെയ്യുന്നു. അങ്ങനെ ആ യോഗം എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്നു. പക്ഷെ അത് കണക്കിലെടുത്തില്ല മലപ്പുറം ഘടകം, കോൺഗ്രസിൻ്റെ മലപ്പുറം ഘടകം എന്നുള്ളത് വേദനയായി മുസ്ലിം ലീഗ് മനസ്സിൽ കാണുന്നുണ്ടോ? അല്ല, UDF ആയി പോവാൻ കഴിയാത്തത് വേദനയുള്ള കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് CPM തന്നെ 3 പഞ്ചായത്ത് കമ്മിറ്റികളെ അതേസമയത്ത് എല്ലായിടത്തും അതുപോലെ നടപടി ഉണ്ടാകുന്നില്ല. അതിനെ പ്രശ്നം നടക്കുമ്പോൾ അത്തരം ഒരു ചർച്ചയിലേക്ക് പോകാൻ ഞങ്ങൾക്ക് താല്പര്യം. അതുകൊണ്ടാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇപ്പോൾ ഞങ്ങളൊന്നും പറയുന്നില്ല എന്ന്. തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പുനരവലോകനം ചെയ്യൽ ഉണ്ടാകുമോ ലീഗിന്റെ ഭാഗത്തു നിന്നും? അതായത് ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാലക്കാട് വീരേന്ദ്രകുമാർ തോറ്റിയെ സംബന്ധിച്ച് UDF അവലോകനം നടത്തി. അതുപോലെ ഈ സ്വാഭാവികമായും പഞ്ചായത്ത് തമ്മിലെ വിജയപരാജയങ്ങളെ പറ്റി UDF ചർച്ച ചെയ്യും. അതൊരു സാധാരണ ഒരു സംഭവം മാത്രമാണ്, അല്ലാതെ അതിൽ പ്രത്യേകമായ അതിശയകരമായ ഒരു കാര്യമില്ല. വളരെ നന്ദി ശ്രീ KPA മജീദ്. എനിക്ക് മറ്റ് അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഒപ്പം തന്നെ KN ഖാദർ തുടങ്ങിയവർ. ആദ്യം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇന്ന് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ P ജയരാജൻ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കൾ സംഘപരിവാറും കോൺഗ്രസുമാണ്. ഇവർക്കെതിരായ പോരാട്ടത്തിൽ ആരെയൊക്കെ കൂടെ കൊണ്ടുപോകാമോ അവരെയൊക്കെ ഒന്നിച്ചു ചേർക്കും എന്നും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും സ്വീകാര്യമാണോ എന്ന ചോദ്യത്തിന് അവർ നമ്മുടെ കൂടെ പണ്ടുണ്ടായിരുന്നവരാണ് എന്നും ഇപ്പോൾ അവർ മറ്റൊരു മുന്നണിയിൽ നിൽക്കുന്നതല്ലേ, അവരെക്കുറിച്ച് ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് എന്ത് കാര്യം, അവർ ആ മുന്നണിയിലാണല്ലോ നിൽക്കുന്നത് എന്നാണ്. ഇതാ ഇപ്പോൾ KPA മജീദ് പറയുന്നത് താങ്കൾ കേട്ടു കാണും. അദ്ദേഹം പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ ആ നിലപാട് മാറ്റത്തെ. എന്താണ് സംഭവിക്കുന്നത്? VP ജയരാജൻ പറഞ്ഞതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം പുതുതായി ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് CPMന്റെ കേന്ദ്ര കമ്മിറ്റിയും അതുപോലെ CPM സംസ്ഥാന കമ്മിറ്റിയുമൊക്കെ ഇന്ന് ഇന്ത്യയിൽ വളർന്നു വരുന്ന വർഗീയ ഫാസിസത്തിൻ്റെ ആപത്തിനെക്കുറിച്ച് മനസ്സിലായിക്കൊണ്ട് നേരത്തെ തന്നെ ഇതുപോലൊരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു. ആ വർഗീയ ഫാസിസത്തിൻ്റെ ആപത്ത് ഇല്ലായ്മ ചെയ്യാൻ, അതിനെ തടയിടാൻ ആർക്കെല്ലാം യോജിക്കാമോ അവരെല്ലാം യോജിപ്പിക്കുന്ന കാര്യത്തിലും അവർ യോജിച്ചുകൊണ്ട് അതിനെ നേരിടണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നയം. അത് തന്നെയാണ് EP ജയരാജൻ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് എത്ര ആപൽക്കരമായ സ്ഥിതിയാണ്. ഇറച്ചി തിന്നാൽ കൊല്ലും, ഇറച്ചി വെട്ടിയാൽ കൊല്ലും, അമ്പലത്തിൽ കയറിയാൽ അവരെ പട്ടികജാതിക്കാർ കയറിയാൽ ചുട്ടുകൊല്ലും, പ്രാവിനെ മോഷ്ടിച്ചെന്ന് പറഞ്ഞൊരു ഹരിജനെ കൊണ്ടുപോയി ഇടിച്ചു കൊന്നു, ഏതെങ്കിലും അഭിപ്രായ പീഡനം നടത്തുന്ന സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, കവികൾ അവരെല്ലാം വെടിവെച്ച് കൊല്ലുന്നു. രാജ്യത്തുള്ള പ്രശസ്തരായ വ്യക്തികൾ അതിൽ പ്രതിഷേധിച്ച് സർക്കാർ നൽകിയ പാരിതോഷികങ്ങളൊക്കെ തിരിച്ചു നൽകുന്നു. ഇങ്ങനെ ഒരു കാലം ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സാഹചര്യം ദേശീയ തലത്തിൽ നിർഭാഗ്യവശാൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ കെയർ ഓഫിൽ CPM മുസ്ലിം ലീഗുമായി ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുകയാണോ? നിങ്ങൾ ആ ബന്ധത്തിന് നിന്നുകൊടുക്കുമോ? കൃത്യമായ ഒരു ഉത്തരമുണ്ടോ അതിന്? ഇത് ഇപ്പോൾ ഇല്ല എന്നാണ് ഹൈദരലി തങ്ങൾ പറഞ്ഞത് എങ്കിൽ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാനാകില്ല എന്നാണ് ജനറൽ സെക്രട്ടറി ശ്രീ KPA മജീദ് പറയുന്നത്. എന്താണ് അതിൻ്റെ വ്യാഖ്യാനം, കൃത്യമായ അർത്ഥം? അല്ല, ഇതിൽ സഖാവ് EP ജയരാജൻ പറഞ്ഞത് ആ ബൈറ്റ് ഞാൻ കണ്ടു. EP ജയരാജൻ പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഭാരതീയ ജനതാ പാർട്ടിയും ഒരുപോലെ ശത്രുക്കളാണ്, അവരെ നേരിടലാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന മട്ടിലാണ് പറഞ്ഞത്. അവിടെ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും BJPയും ഒരുപോലെയുള്ള ശത്രുക്കളല്ല. ആ രണ്ട് പാർട്ടികളും ഒരുപോലെ അല്ല. ഒന്ന് മതേതര പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടിയാണ്. മറ്റേത് വർഗീയ പാർട്ടിയാണ്, ഫാഷിസ്റ്റ് മനോഭാവമുള്ള പാർട്ടിയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ആനത്തലവട്ടം ആനന്ദനും എല്ലാവരും പറഞ്ഞ വിധത്തിലുള്ള, നികേഷ് നമുക്കെല്ലാം അറിയാവുന്നതുപോലുള്ള ധാരാളം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രണ്ട് വലിയ പാർട്ടികളെ ഒരേ സമയം നേരിടാൻ മാത്രമുള്ള യാതൊരു കെൽപ്പും കഴിവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, മാർക്സിസ്റ്റ് പാർട്ടിയല്ല, എല്ലാവരും കൂടി ചേർന്നാലും ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.
അതുകൊണ്ട് വിശാലമായിട്ടുള്ളൊരു ഫാഷിസ്റ്റ് വിരുദ്ധ മുന്നണിയാണ് വാസ്തവത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ വേണ്ടത്. ആ മുന്നണിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നിർണായകമായ ഘടകം ഉണ്ടാവും, അല്ല പങ്കാളിത്തം ഉണ്ടാവും. ക്ഷമിക്കണം ശ്രീ കെ എൻ എ ഖാദർ, അങ്ങനെ ഒരു സഖ്യം ദേശീയ തലത്തിൽ ഉണ്ട് അനൗപചാരികമാണെങ്കിൽ തന്നെയും. നമുക്കറിയാം സോണിയാഗാന്ധിയും സീതാറാം യെച്ചൂരിയും ഫ്ലോർ കോർഡിനേഷൻ വരെ നടത്തുന്നുണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും. ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന വർഷകാല സമ്മേളനത്തിൽ അതിൻ്റെ ഒരു പ്രകട രൂപം നമ്മൾ കാണും. പക്ഷേ സംസ്ഥാന തലത്തിൽ സ്ഥിതി വ്യത്യസ്തമാണല്ലോ. രണ്ട് മുന്നണികളാണ് ഇവിടെ പ്രധാനം, ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF. ഇതിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? അല്ല, അവിടെയാണ് അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പം ഈ ദേശീയ അടിസ്ഥാനത്തിൽ അനൗപചാരികമായിട്ട് അങ്ങനെ ഒരു സഖ്യത്തിൻ്റെ ലക്ഷണങ്ങൾ കാണപ്പെടുന്നുണ്ട് എന്ന് നികേഷ് പറഞ്ഞത് വസ്തുതയായിരിക്കാം. പക്ഷെ ആ വിവരം നികേഷ് പറയേണ്ടത് ജയരാജനോടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ച് ദേശീയ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന നിലയിൽ ഇതിനെ നേരിടാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരുടെ വിശാലമായൊരു സഖ്യമാണ് വേണ്ടത് എന്നാണ് മുസ്ലിം ലീഗിന്റെ കാഴ്ചപ്പാട്. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും മറ്റു കക്ഷികളും വലിയ മണ്ടത്തരമായി പോകില്ലേ അത്? ഇവിടെ അങ്ങനെ ഒരു സഖ്യത്തിന്റെ പേരിൽ കോൺഗ്രസും CPM-ഉം യോജിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആരെയാണോ ഭയക്കുന്നത് ആ ശക്തി വളർന്നു വരികയല്ലേ ചെയ്യുക? BJP വളർന്നു വരികയല്ലേ ചെയ്യുക? അല്ല, അതെന്താന്ന് വെച്ചാൽ ഈ സഖ്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ചർച്ചയിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് സഖ്യത്തെക്കുറിച്ചല്ല. ഈ ജയരാജൻ പറഞ്ഞ അതേ ഫാസിസ്റ്റ് ഭീഷണിയെ നേരിടുന്നതിന് ഏത് വഴി സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ച് ജയരാജനുമായിട്ടുള്ള ചെറിയ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടത് നമ്മുടെ കേരളത്തിലെ തൽക്കാലം LDF UDF ഇഷ്യൂസ് മാത്രമാണെങ്കിൽ അത് പറയാം. ഞാൻ ജയരാജനും നിങ്ങളും എല്ലാം പറഞ്ഞത് ഒരു ദേശീയ തലത്തിലുള്ള വിഷയമായതുകൊണ്ട് ദേശീയ തലത്തിൽ വിശാലമായൊരു സഖ്യം എന്നത് തെരഞ്ഞെടുപ്പ് സഖ്യമല്ല. അത് തൽക്കാലം ഇന്ത്യയുടെ അക്കാര്യത്തിൽ സമയം കളയണം എന്ന് തോന്നുന്നില്ല ശ്രീ കെ എൻ എ ഖാദർ. കേരളത്തിൽ ഞാൻ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് തിരികെ വരികയാണ്. ഇപ്പോഴില്ല സഖ്യം എന്നുള്ള ഹൈദരലി തങ്ങളുടെയും ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാനാകില്ല എന്ന KPA മജീദിന്റെയും പ്രസ്താവനയെ എങ്ങനെ കാണണം രാഷ്ട്രീയ കേരളം? ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് അവസാനത്തെ വാക്ക് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. ആ ഹൈദരലി ശിഹാബ് തങ്ങൾ ഇപ്പോഴിങ്ങനെ ഒരു സഖ്യത്തെക്കുറിച്ച് യാതൊരു ആലോചനയും ഇല്ല എന്നും ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യമായ ഘടകമാണെന്നും പ്രസ്താവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് വേറൊരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. ഇപ്പോഴില്ല എന്ന് ഹൈദരലി തങ്ങളും ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാനാകില്ല എന്ന് KPA മജീദും പറയുമ്പോൾ അവിടെ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് ലീഗ്. പുതിയ ഒരു പൂട്ടാണ് അതിലിട്ടിരിക്കുന്നത്. ആ പൂട്ട് എപ്പോഴും തുറക്കാൻ കഴിയും. അല്ല, ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാനാവില്ല എന്ന് ആർക്കും പറയാമല്ലോ. അത് മജീദ് സാഹിബ് അതല്ലേ പറഞ്ഞുള്ളൂ. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാനാവില്ല. പക്ഷേ ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഘടകമാണ്. ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി തന്നെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേരള സംസ്ഥാനത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഐക്യജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ വളർന്നു വരികയാണ്. CPI നിയമസഭാ കക്ഷി നേതാവ് C. ദിവാകരൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ C. ദിവാകരൻ, മുസ്ലിം ലീഗുമായ ഒരു സഖ്യത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുമോ? അത് റൂൾ ഔട്ട് ചെയ്ത കാര്യമാണ്. ശ്രീ EP ജയരാജൻ പറയുന്നത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, നമ്മുടെ രണ്ട് ശത്രുക്കളാണുള്ളത്, ഒന്ന് സംഘപരിവാറും രണ്ട് കോൺഗ്രസും. അതിനെതിരെ ഏതൊക്കെ ശക്തികളെ ഏകോപിപ്പിക്കാമോ അവരെയൊക്കെ ഒന്നിച്ചു കൊണ്ടുവരും എന്ന്. അതിന് ഹൈദരലി തങ്ങൾ ഇന്ന് കോഴിക്കോട് പ്രതികരിച്ചു. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ LDF-നോടൊപ്പമല്ല, UDF-നോടൊപ്പമാണ്. അല്പം മുമ്പ് ശ്രീ KPA മജീദ് പറഞ്ഞു ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാനാകില്ല എന്ന്. CPI അറിയാത്ത എന്തെങ്കിലും രാഷ്ട്രീയ നീക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടോ? ഞങ്ങൾ ഏതെങ്കിലും വഴിയിൽ അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള അന്വേഷണമൊന്നും നടത്തുന്നില്ല. ഇപ്പോൾ കേരളത്തിന്റെ മുമ്പിൽ ശക്തമായ ഒരു മതേതര ഇടതുപക്ഷ പ്രസ്ഥാനം നിലവിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിലെ ജാതി രാഷ്ട്രീയത്തിനെതിരായിട്ട് ജനങ്ങളെ അണിനിരത്തുകയാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഞങ്ങളുടെ ലക്ഷ്യം. ഭാവിയിൽ ഇപ്പോ ആര് പറഞ്ഞാലും പല തരത്തിലുള്ള ക്യാമ്പയിനുകളോ അല്ലെങ്കിൽ പ്രക്ഷോഭണങ്ങളിലോ ഒക്കെ ഉണ്ടാവാം. പക്ഷെ അധികാരം പങ്കെടുക്കുകയും LDF-ന്റെ ഘടകകക്ഷികളാകുന്നതൊക്കെ രാഷ്ട്രീയമായ അടിസ്ഥാനത്തിൽ അഭിപ്രായത്തിലൊക്കെയാണ്. അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല, അങ്ങനെ ഒരു ആലോചന നടന്നിട്ടുമില്ല. മലപ്പുറത്ത്
മുസ്ലിം ലീഗാണല്ലോ അവിടെ മുഖ്യശക്തി. മുസ്ലിം ലീഗിനെതിരെ സാമ്പാർ മുന്നണിയുണ്ട്. ആ സാമ്പാർ മുന്നണിയിൽ എല്ലാ കഷണങ്ങളും ഉണ്ട് എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് ഇടുന്നത്. പക്ഷേ അതിലേതൊക്കെ കഷണമുണ്ട് എന്ന് പത്രക്കാർ ഒന്ന് കണ്ടെത്തി ഞങ്ങളോട് പറയുന്നത് നന്നായിരിക്കും എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഏതൊക്കെ കക്ഷികളുമുണ്ട് എന്ന് വെളിപ്പെടുത്തൽ നടത്താതെ. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട വാർത്തകൾ പത്രങ്ങൾ താങ്കളും കാണുന്നുണ്ടാവുമല്ലോ ശ്രീ സി ദിവാകരൻ, CPM-ഉം ലീഗും ചിലയിടങ്ങളിൽ ബന്ധമുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ആ ബന്ധമാണ് ഇവിടെ നമ്മൾ കാണുന്ന പരസ്പരമുള്ള മൃദു സമീപനം എന്ന് മനസ്സിലാക്കേണ്ടി വരും. നികേഷ്, മലപ്പുറത്ത് ഏതെങ്കിലും ഒരു കുഗ്രാമത്തില് ഒരു കൊച്ചു പഞ്ചായത്തില് എന്തെങ്കിലും അവിടുത്തെ സൗഹൃദങ്ങളോ കാര്യങ്ങളോ ഉണ്ടായത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെന്നത് വലിയ പ്രധാനപ്പെട്ട ഘടകമല്ലാതെ 21 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയുമാണ്, ചെറിയ സ്ഥലങ്ങളല്ലാതെ. അല്ല, 21 പഞ്ചായത്തിലെ ഒരു മുനിസിപ്പാലിറ്റിയിലും കോൺഗ്രസിന് പോലും താങ്ങാൻ കഴിയാത്ത, വേണ്ടാത്ത ഒരു മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തിലേക്ക് എങ്ങനെ വരാൻ കഴിയും? ഭരണത്തിൽ ഇരിക്കുന്ന 2 പ്രമുഖ കക്ഷികളാണ്. അവരാണ് നികേഷ് പറയുന്ന 21 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിയിലും പരസ്പരം തമ്മിൽ തല്ലുന്നത്. മറുഭാഗത്ത് കോൺഗ്രസുകാരുടെ അകത്ത് തല്ലലുണ്ട്. അപ്പൊ UDF-ന്റെ രാഷ്ട്രീയ അടിത്തറ തകരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വാർഡുകളിലും, എല്ലാ പഞ്ചായത്തിലും. പലയിടത്തും UDF-ന് സ്ഥാനാർത്ഥിയില്ല. നികേഷിന്റെ തന്നെ കണ്ണൂരിലെ പുതിയ മുനിസിപ്പാലിറ്റിയിലെ 14 സ്ഥലത്ത് സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ദയവായി തുടരണം താങ്കൾ. ശ്രീ ആനത്തലവട്ടമാനന്ദൻ, ഇക്കാര്യത്തിൽ പാർട്ടിയിൽ അല്ലെങ്കിൽ മുന്നണിയിൽ തന്നെ 2 ചിന്തകളുണ്ട്. VS അച്യുതാനന്ദൻ, MA ബേബി, CPI തുടങ്ങിയവർ കരുതുന്നു മുസ്ലിം ലീഗിനെ കൊണ്ടുവരുന്നത് ഗുണം ചെയ്യില്ല എന്ന്. പിണറായി വിജയൻ, EP ജയരാജൻ തുടങ്ങിയവർ വിശ്വസിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ തുടർഭരണം സാധ്യമാകും എന്ന്. ഏത് പക്ഷമാണ് CPM-ൽ, ഏത് പക്ഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിജയിക്കാൻ പോകുന്നത്? CPM-ന് അങ്ങനെ 2 പക്ഷമില്ല. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പക്ഷമേ ഉള്ളൂ. വർഗീയ ഫാസിസത്തിനെതിരായി യോജിക്കാവുന്നവരെയൊക്കെ യോജിപ്പിച്ച് ഉള്ള പോരാട്ടം സംഘടിപ്പിക്കണം. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗും ഇടതുപക്ഷ മുന്നണിയുമായി കൂട്ടുകെട്ടുണ്ടാക്കാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു തെളിഞ്ഞ ഒരു രാഷ്ട്രീയ നയമായിട്ടാണ് മുമ്പോട്ട് പോണത്. ഇവിടെ ലീഗിൻ്റെ നേതാവായ ഖാദർ പറയുകയുണ്ടായി, കോൺഗ്രസിനെയും BJP-യും ഒരുപോലെ ശത്രുക്കളായി കാണുന്ന CPM-ൻ്റെ നയത്തോട് യോജിക്കാൻ സാധിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിനും BJP-ക്കും ഇന്ന് ഇന്ത്യയിൽ നടപ്പാക്കുന്ന നയങ്ങളിൽ വ്യത്യസ്ത നിലപാടുണ്ടോ? ഗോവധം സംബന്ധിച്ച് BJP-യാണ് ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോകുന്നത്, RSS ആണ് കൊണ്ടുപോകണമെന്ന് മനസ്സിലായിക്കൊണ്ട് ഹിന്ദു വോട്ട് സ്വാധീനിക്കാൻ വേണ്ടി നിങ്ങളല്ല ചെയ്തത്, ആദ്യം ചെയ്തത് ഞങ്ങളാണെന്ന് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവും മുൻ മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞത്, ദിഗ്വിജയ് സിംഗ് പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടില്ലേ? അപ്പോൾ ഇവർ തമ്മിൽ എന്താ നയപരമായ കാര്യത്തിൽ വ്യത്യാസം? ഒരേ നയം തന്നെയാണ്. വർഗീയ ഫാസിസം നടപ്പാക്കുന്നതിൽ, മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നതിൽ കോൺഗ്രസും BJP-യും ഒപ്പം. സാമ്പത്തിക നയത്തിൽ വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, കോൺഗ്രസ് എത്ര ദുർബലമാകുന്നെന്ന് നോക്കൂ. ഇവിടെ മഹാത്മാഗാന്ധിയെ കൊന്ന നാഥുറാം വിനായക ഗോഡ്സെയുടെ പേരിൽ പ്രതിമകൾ 132 പട്ടണങ്ങളിൽ പ്രതിമകൾ സ്ഥാപിക്കുന്നു, അമ്പലം പണിയുന്നു. ഇവിടെ ബലി പെരുന്നാൾ ആഘോഷിക്കാൻ പോകണം നവംബർ 15-ാം തീയതി, ഗോഡ്സെ തൂക്കിക്കൊന്ന ദിവസം. ഒരു അക്ഷരം വിടുന്നില്ലല്ലോ കോൺഗ്രസ്. നമ്മുടെ നാട്ടിലില്ലേ? ഖാദർ പറയുന്ന ഇന്ത്യയിലാകെ ഒരു മഹത്തായ പ്രസ്ഥാനമാണെന്ന്. ആ പ്രസ്ഥാനത്തിൻ്റെ നാക്ക് താന്നുപോയോ? ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറയണ്ടേ? ബ്രിട്ടനിൽ ഗാന്ധിയുടെ പ്രതിമ വയ്ക്കുന്നു, ഇന്ത്യയിൽ ഗാന്ധിയെ കൊന്നവന്റെ പ്രതിമ. ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ ശ്രീ കെ ഖാദറിന് അറിയാം എന്നുള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്ന് തോന്നുന്നില്ല. ശ്രീ ആനത്തലവട്ടമാനന്ദൻ, KPCC വക്താവ് അജയ് തറയിൽ. ശ്രീ അജയ് തറയിൽ, എന്തോ ഒരു അനക്കം മറുപക്ഷത്ത് നടക്കുന്നുണ്ടോ ലീഗിനെ കൊണ്ടുപോകാൻ വേണ്ടി? നികേഷ്, ഈ മുസ്ലിം ലീഗ് ഒരു കാലത്തും CPM-ന് തൊട്ടുകൂടാത്ത പാർട്ടി അല്ലായിരുന്നു. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി അല്ല എന്ന പക്ഷം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ ലീഗ് എടുത്തിരിക്കുന്ന നിലപാടുണ്ട്, ഞങ്ങൾ CPM-ന്റെ കൂടെ ഇല്ല, ആ മുന്നണിയിലേക്കില്ല. ഞങ്ങൾ EM ശങ്കര നമ്പൂതിരിപ്പാടിനെ താഴെ ഇറക്കിക്കൊണ്ട് ശ്രീ അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി വന്ന അന്ന് മുതൽ ഇനി മാർക്സിസ്റ്റ് പാർട്ടിയുമായ ഒരു ബന്ധമില്ല എന്ന് അസംഘടിതമായി പ്രഖ്യാപിച്ച് നിൽക്കുന്നിടത്തോളം കാലം
EP ജയരാജന്റെ മനപ്പായസം മാത്രമാണ് MP രാഘവൻ കൊണ്ടുവന്ന ബദൽ രേഖ അടക്കമുള്ള കാലഘട്ടത്തും ലീഗ് ഇരുമ്പ് പോലെ പാറ പോലെ UDF ഉറച്ചുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപ്പോൾ EP ജയരാജൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മലബാർ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ സ്വപ്നം അത് മനപ്പായസം ഉണ്ടാം എന്നതിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും ലീഗ് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ഒരു സഖ്യം വെച്ച് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയുമില്ല. കാരണം മുസ്ലിം ലീഗ് ഏറ്റവും സേഫ് പൊസിഷനിൽ നിൽക്കുന്നത് ഇന്ന് UDF-നകത്താണ്. ആ സേഫ് പൊസിഷൻ കളയാൻ അവർ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ അടത്തലവട്ടം ആനന്ദൻ, ആരാണ് നയിക്കുക എന്നുള്ളതൊരു വിഷയമാണ്. പിണറായി വിജയനോ VS അച്യുതാനന്ദനോ? ഇന്നിപ്പോൾ C ദിവാകരൻ പറഞ്ഞത് VS അച്യുതാനന്ദൻ പ്രചാരണം നയിക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്നാണ്. EP ജയരാജൻ പറയുന്നത് പിണറായി മുഖ്യമന്ത്രിയാകണമെന്നാണ് ഞങ്ങളെപ്പോലുള്ള കുറേ ആളുകളുടെ ആഗ്രഹം. അല്ല, കേരളത്തിലെ ഭാവി 6 മാസം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിനെ ആര് നയിക്കണം, അതിൻ്റെ മുഖ്യമന്ത്രി ആരാകണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പോഴേ ചർച്ച ചെയ്തിട്ട് യാതൊരു ഫലവുമില്ല. CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിക്ക് ഭരണം കിട്ടിയാൽ CPM-ൻ്റെ പ്രതിനിധിയായി അതിൻ്റെ മുഖ്യമന്ത്രി ആരാകണം, അതിനെ ആര് നയിക്കണമെന്ന്. അല്ലാതെ ഓരോരുത്തർക്കും തോന്നുന്ന അനുസരിച്ച് പറഞ്ഞു നടക്കുന്നതിന് ഒരു അർത്ഥവുമില്ല. ഇടതുപക്ഷ മുന്നണിയിൽ ഒരു പ്രധാന കക്ഷി എന്നുള്ള നിലയിൽ ആ കക്ഷിയുടെ മുഖ്യമന്ത്രിയെ ആ കക്ഷിയാണ് തീരുമാനിക്കുന്നത്. ഇടതുപക്ഷ മുന്നണിക്കാരത് പിന്തുണയ്ക്കുമെന്നാണ് C ദിവാകരൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ അതിൻ്റെ ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് ഞാൻ അക്കാര്യത്തിൽ കൂടുതൽ പറയുന്നില്ല. തീരുമാനിക്കുന്ന പാർട്ടിയാണ്, പാർട്ടി തീരുമാനിക്കും. ശ്രീ C ദിവാകരൻ, VS അച്യുതാനന്ദൻ പ്രചരണം നയിക്കണം എന്ന് താങ്കൾ ആഗ്രഹിക്കാനുള്ള കാരണം ആ പ്രചരണത്തിന് 100 വോൾട്ട് പ്രകാശം വേണം, അത്രയും തീവ്രമായിരിക്കണം എന്ന അർത്ഥത്തിലാണോ? അല്ല, കേരളത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം VS ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിനറാണ്. അത് തുടരുമെന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഇടതുപക്ഷ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ ആനന്ദം പറഞ്ഞ പോലെ അതിന് ശേഷം അധികാരം വരുമ്പോഴാണ് ഭൂരിപക്ഷം എല്ലാം തീരുമാനിച്ച് തീർച്ചയായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള പാർട്ടി തന്നെയാണ് അവരുടെ മുഖ്യമന്ത്രി തീരുമാനിക്കാൻ. അതിനൊരു കീഴ്വഴക്കം ഉണ്ടാകാം. ശ്രീ C ദിവാകരൻ, KR ഗൗരിയമ്മയോട് നയിക്കാൻ പറഞ്ഞിട്ട് അധികാരം കിട്ടിയപ്പോൾ വീട്ടിൽ പോയിരുന്നോളാൻ പറയുന്നത് ഒരു കീഴ്വഴക്കം LDF-ന് ഉണ്ടായേക്കാം. പക്ഷേ അത് ശരിയാണോ? ആരാണ് പ്രചരണം നയിക്കുന്നത്? അവരായിരിക്കണ്ടേ മുഖ്യമന്ത്രി? ഇതാ UDF-ൽ നോക്കൂ, ഇതിനകം തന്നെ KPCC അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഉമ്മൻചാണ്ടിയാണ് UDF-നെ നയിക്കാൻ പോകുന്നതെന്ന്. ഉമ്മൻചാണ്ടി UDF-നെ നയിച്ചാൽ അധികാരം കിട്ടുകയാണെങ്കിൽ UDF-ന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരിക്കും. അതുപോലെ ആകണ്ടേ LDF-ലും? ഇല്ല, ഒരിക്കലല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഇടതുപക്ഷ പാർട്ടികളുടെയും പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തുന്നത് ഏറ്റവും ഉചിതമായ, എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന, ജനങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഒരു നേതാവായിരിക്കും അതിന്റെ രാഷ്ട്രീയ പ്രചരണം നയിക്കുന്നത്. നേരെ മറിച്ച് അധികാരം വേറെ വിഷയമാണത്. അത് രാഷ്ട്രീയ പാർട്ടിയും അധികാരം രണ്ടാണ്. രാവിലെ താങ്കൾ പറഞ്ഞു VS അച്യുതാനന്ദനാണ് നയിക്കേണ്ടത് എന്ന്. പിണറായി വിജയനാണ് അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞ താങ്കൾ പിന്നീട് 3 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറയുന്നത് പ്രചാരകനാകാം VS-ന്, പക്ഷേ അധികാരം കിട്ടിയാൽ വേറെ ആരാകണമെന്ന് CPM തീരുമാനിക്കുമെന്ന്. അതിനിടയിൽ എന്തോ സംഭവിച്ചോ? ഇല്ല, ഒന്നും സംഭവിച്ചില്ല. 3 മണിക്ക് പറഞ്ഞു തന്നെ ഞാനിപ്പോൾ സ്വീകരിച്ചത് പറയണത്. പ്രചരണം VS നയിക്കും. അധികാരം കിട്ടുമ്പോൾ ആരാണെന്നുള്ളത് CPM-ന്റെ അവകാശമാണ്, അവർ തീരുമാനിക്കും. ശ്രീ അടത്തലവട്ടം ആനന്ദൻ, ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം കൊണ്ടുപോകുന്നത് അപകടമല്ലേ? ഇപ്പോൾ തന്നെ നിങ്ങളെക്കുറിച്ചുള്ളൊരു പരാതി അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപം 2006-ന് ശേഷം ഒരു തെരഞ്ഞെടുപ്പിലും ആധികാരികമായി ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഇതാ വീണ്ടും വന്നിരിക്കുന്നു നേതൃപ്രശ്നം. ഇവിടെ നേതൃപ്രശ്നമൊന്നുമില്ല. നേരത്തെ നികേഷ് പറയുകയുണ്ടായി, ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞ് പ്രചരണം നടത്തി, പിന്നീട് അവരെ മാറ്റി നിർത്തി. അങ്ങനെയൊന്നും ആരും പ്രചരണം നടത്തില്ല. ഏതെങ്കിലും ലോക്കലിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തകന്മാർ ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രസംഗിച്ച് നടക്കുകയോ മുദ്രാവാക്യം വിളിക്കുകയോ ചെയ്തെങ്കിൽ അതൊരു പാർട്ടി തീരുമാനമല്ല. കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്ന് മുദ്രാവാക്യം വിളിക്കാത്ത മുക്കും മൂലയും ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. അതെ, അങ്ങനെ ആരെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തകന്മാരോ പാർട്ടി സാക്കളോ മുദ്രാവാക്യം വിളിച്ചാൽ അതെല്ലാം ഒരു പാർട്ടി നയമാണോ?
പാർട്ടി നയം പാർട്ടിയുടെ സ്ഥാനം ഇത് ഈ മുഖ്യമന്ത്രിമാരും അത് പാർട്ടി നേതാക്കന്മാരും ആരായിരിക്കണമെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയിരിക്കുന്നത്. ഒരു തൊഴിലാളി വർഗ പാർട്ടിയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, ബൂർഷ പാർട്ടി പോലെയാണോ, കോൺഗ്രസിനെ മറ്റുള്ള പാർട്ടികളെ പോലെയാണോ ഓരോരുത്തർക്ക് നേതാവായി പറഞ്ഞു നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്? അത് ഇതിനകത്തില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്തില്ല. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം പാർട്ടിയുടെ നേതാവായിരിക്കണമെന്ന് തീരുമാനിക്കും. തെരഞ്ഞെടുപ്പ് വിജയകരമായി നടത്തുന്നതിന് ആവശ്യമായ ഒരുക്കങ്ങൾ ചെയ്യും. ഇതാണ് പാർട്ടി ചെയ്യുന്നത്. പക്ഷേ KN ഖാദർ, CPM ഇപ്പോഴും കൺഫ്യൂഷനാണ്, VS ആണോ പിണറായി ആണോ എന്ന്. ഈ കൺഫ്യൂഷൻ കാരണമാണോ നിങ്ങൾ നിലപാട് വ്യക്തമാക്കാത്തത്? ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ നികേഷേ. ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ അനിവാര്യമായ ഘടകമാണ്, അതുകൊണ്ട് മുന്നണി മാറ്റം എന്ന വിഷയം ഇപ്പോൾ ചർച്ചയ്ക്ക് എടുക്കേണ്ട വിഷയമല്ല എന്ന് സുതരാം ഞങ്ങൾ കരതലാം അലകം പോലെ വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ CPM ഇത്തരം ഒരു പ്രസ്താവന ഇറക്കുന്ന ജയരാജനെയും പിണറായിയും ഒക്കെ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു ഘടകം ഒരു പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ വല്ല ആശയക്കുഴപ്പം ഉണ്ടാകുന്നെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാവും. നവംബർ 7-ാം തീയതി ഇതേ നിലപാട് അവർ പറയോ ഇല്ലേ എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ മുസ്ലിം ലീഗിനെ പറ്റി അവർ പറഞ്ഞ നല്ല കാര്യങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാണ് KPA മജീദ് പറഞ്ഞത്. അതുപോലെ വിശാലമായിട്ടുള്ള ഫാഷിസ്റ്റ് വിരുദ്ധ സഖ്യം വേണമെന്ന് പറഞ്ഞു. ഒരാശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ പോലും നിങ്ങൾ അത് സ്വാഗതം ചെയ്യുന്നുണ്ടല്ലോ. എന്റെ ചോദ്യം ഇതാണ്, VS അച്യുതാനന്ദൻ ആണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള ശ്രമം നടത്തിയിട്ട് കാര്യമില്ല. പിണറായി വിജയനാണോ എന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്നെന്നില്ല ലീഗിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഇല്ലേ? അങ്ങനെ ഒരു സംഭവം മുസ്ലിം ലീഗിനില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്നതാണ്. അപ്പോൾ VS, പിണറായി അങ്ങനെയുള്ള ആളുകളൊക്കെ ആരാണ് മുഖ്യമന്ത്രി ആകാൻ പോകുന്നത് എന്നുള്ള ചർച്ച അവർ നടത്തിക്കോട്ടെ, അതിന് പ്രശ്നമില്ല. ആ ആശയക്കുഴപ്പം അവർക്ക് നല്ലതാണ്. ആശയ്ക്ക് വകയില്ലാത്തത് കൊണ്ടുള്ള ഒരു ആശയക്കുഴപ്പമാണത്. ഐക്യജനാധിപത്യ മുന്നണി ആശയ്ക്ക് വകയുണ്ട്. വീണ്ടും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഐക്യമുന്നണി അധികാരത്തിൽ വരുന്നൊരു സാധ്യത ഇപ്പം ഉണ്ട്. അതുകൊണ്ട് വലുതായിട്ട് ഇടതുപക്ഷം ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടി വരില്ല. അതുവരെ ഈ തർക്കങ്ങളൊക്കെ നടന്നോട്ടെ, അതിന് യാതൊരു കുഴപ്പമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെ UDFൻ്റെ ഭാഗമാണ്. അതിപ്പോൾ തുടരുകയാണ്. ആ ബന്ധത്തിന് ഒരു മാറ്റം ആനന്ദൻ, VS അച്യുതാനന്ദൻ തെക്കനും പിണറായി വിജയൻ വടക്കനുമാണ്. നിങ്ങൾ തെക്കന്മാർ ലീഗിനെതിരും വടക്കന്മാർ ലീഗിന് അനുകൂലവും എന്ന നില CPM കുറെ കാലമായി ഉണ്ടോ? അതാണോ ഇപ്പോഴും തുടരുന്നത്? അങ്ങനെ യാതൊരു നിലപാടുമില്ല. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ CPM-നകത്തിനകത്ത് ഒരു കൺഫ്യൂഷനുമില്ല. കൺഫ്യൂഷൻ ഉണ്ടാകാൻ പോകുന്നത് എൻ്റെ സ്നേഹിതൻ ഖാദറിൻ്റെ പാർട്ടിയിലാണ്. നവംബർ 7 കഴിഞ്ഞാൽ ഇവർക്ക് ബോധ്യമാകും ഇവരിൽ നിന്നെടുക്കുന്ന ഈ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി മതന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഖാദറിൻ്റെ പിന്നിലുള്ള സമൂഹമടക്കം ഇന്നുണ്ടായിരിക്കുന്ന ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംഭീതരായിരിക്കുന്ന ആ ജനവിഭാഗം ഇടതുപക്ഷ മുന്നണിക്ക് മാത്രമേ, CPM നേതൃത്വം നൽകുന്ന ആ മുന്നണിക്ക് മാത്രമേ ആപത്തിൽ ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കൂ, സഹായിക്കാൻ കഴിയൂ. കോൺഗ്രസ് ആപത്ത് വരുമ്പോൾ നടന്നു കളിക്കും. അവർക്ക് രണ്ടു കൂട്ടർക്കും ഒരേ നയമാണ്. ഞാനത് നേരത്തെ സൂചിപ്പിക്കുണ്ടായി. ഖാദർ അതിനെക്കുറിച്ച് മിണ്ടിയില്ല. ഗോവധ നിരോധനത്തിന്റെ ചാമ്പ്യന്മാരാകാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരത്തെ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷത്തോട് അല്പം ചായുന്നു എന്നുള്ളത് ക്ഷേണത്തലവട്ടമാനന്ദനല്ല ചില രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട്. അല്ല, ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ അത്ര വലിയൊരു പാർട്ടി അല്ലെങ്കിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഒക്കെ ഉള്ള ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ രക്ഷിക്കാൻ ഏത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് അവിടെ ഉള്ളത്? ഹിന്ദി സംസാരിക്കുന്ന ഒരു പ്രദേശങ്ങളിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇല്ലല്ലോ. ത്രിപുരയിൽ കേരളത്തിൽ മാത്രമല്ലേ ഇപ്പോൾ ഉള്ളൂ. കുറച്ച് പേര് ബംഗാളിലുണ്ട്. അവർക്കൊന്നും പഴയതുപോലുള്ള ശക്തിയില്ല. കോൺഗ്രസ് ഉള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഭരണം ഇല്ലെങ്കിൽ ഉത്തർപ്രദേശുണ്ടോ, ബീഹാറിലുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ എല്ലാ സ്ഥലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാറും ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ മതിയാവുമോ എന്നൊരു സംശയം ഞാൻ പ്രകടിപ്പിച്ചതാ. വേഗം പറയൂ, നമുക്ക് അവസാനിപ്പിക്കണം. പറഞ്ഞോളൂ. അല്ല, അതെ,
ഞാൻ പറയട്ടെ, ഈ ഖാദർ പറഞ്ഞത് ശരിയാണ്. ഇടതുപക്ഷത്തിന് ശക്തിയില്ലാത്ത യു.പിയിലും ബീഹാറിലും മധ്യപ്രദേശിലും ഒക്കെ ഇതേപോലെ കശാപ്പ് ചെയ്ത് വിടും. നമ്മുടെ കോൺഗ്രസിന് ശക്തിയുണ്ട്, ചെറു വിരൽ അനക്കാൻ അവരെ കൊണ്ടായിട്ടില്ല. കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് ഈ അക്രമങ്ങൾ ഈ കേരളത്തിൽ അവർ ആശിക്കുന്ന പോലെ വർഗീയ ശക്തികൾക്ക് നടത്താൻ കഴിയുന്നില്ല. ആ വ്യത്യാസം എൻ്റെ സ്നേഹിതൻ ഖാദറിന് മനസ്സിലായില്ലെങ്കിലും മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ബോധ്യമാകും. ഇവിടെ ഇടതുപക്ഷം ശക്തി ഉള്ളത് കൊണ്ടാണ് ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് ഇവിടെ നമുക്കൊരു പോസ്റ്റ് ഇടാം ദയവായി. അജയ് തറയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. എങ്കിൽ പിന്നെ കെ.എൻ. ഖാദർ താങ്കളുടെ മറുപടി അക്കാര്യത്തിൽ. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല, മതേതര ശക്തികൾ ബീഹാറിൽ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. ലല്ലു പ്രസാദ് യാദവിൻ്റെയും അതുപോലെ നിതീഷ് കുമാറിൻ്റെയൊക്കെ പാർട്ടിയുണ്ട്. അതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലും ധാരാളം മതേതര ശക്തികൾ വേറെയുണ്ട്. അവരെല്ലാവരും വേണമെന്നാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ കാര്യം മാത്രം ആലോചിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിനെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു പ്രശ്നമില്ല. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിലാണോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ടത്? ഈ ചർച്ച ഒരു അക്കാദമിക ചർച്ചയാണ്. ആ ചർച്ച നേരത്തെ ആവായിരുന്നു, അല്ലെങ്കിൽ ഇനി നാളെ ആകാമായിരുന്നു. നവംബർ 7 കഴിയട്ടെ. അതുവരെ ഈ വക കാര്യങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നതിന് ഒരു അർത്ഥമില്ല. വാസ്തവത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ അനിവാര്യ ഘടകമാണ് ഞങ്ങൾ. ഐക്യജനാധിപത്യ മുന്നണി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ജയിക്കും, പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജയിക്കും. ഇപ്പോൾ ഇടക്കാലത്തൊരു ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയുള്ള മാത്രം ഉദ്ദേശത്തോടു കൂടിയാണ് ഇതെല്ലാം കെട്ടഴിച്ച് വിട്ടിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ ഇടതുപക്ഷം വലിയൊരു ഫോഴ്സ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇടതുപക്ഷം ഭരിച്ച കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച രാജ്യങ്ങളിലും ഇതുപോലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ബോറിസ് പാസ്റ്റർനാക്കിനെ നാട് കടത്തിയിട്ടുണ്ട് ഡോക്ടർ ഷിവാഗോ എഴുതിയത് കൊണ്ട്. ഗുലാഗ് ആർഷി പലാഗോ എഴുതിയത് കൊണ്ട് അലക്സാണ്ടർ സോൾഷനിസിനെ നാട് കടത്തിയിട്ടുണ്ട്. എഴുത്തും വായനയൊന്നും ഇത്ര സ്വതന്ത്രമായിരുന്നില്ല കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന രാജ്യങ്ങളിലും. ആ പാർട്ടി തന്നെയാണ് ഈ പാർട്ടി. ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും സൗകര്യവും ശക്തിയൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് ശ്രീ കെ.എൻ. ഖാദർ തന്നെ പറയുന്നു. വളരെ നന്ദി ഈ വിഷയത്തിൽ സംസാരിച്ചതിന് ശ്രീ കെ.പി.എ. മജീദ്, കെ.എൻ. ഖാദർ, സി ദിവാകരൻ, അജയ് തറയിൽ, ആനത്തലവട്ടം ആനന്ദൻ. അല്പസമയത്തിനകം എഡിറ്റേഴ്സ് അവറിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.